ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം, തിരുക്കുടുംബം വിചിന്തനം നമുക്ക് തുടരാം. ഇന്നും നമ്മൾ ധ്യാനിക്കുന്നത് തിരുക്കുടുംബത്തിൻ്റെ ഒരു പ്രധാന കണ്ണിയായ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ്. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത്, പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ കാണുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് ഏതാനും വിശുദ്ധർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അവരെല്ലാം അമ്മയെ അടുത്തറിഞ്ഞവരും അമ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കിയവരും അമ്മയെ ഹൃദയത്തിലേറ്റി സ്നേഹിച്ചവരുമായ വ്യക്തികളാണ് വിശുദ്ധർ. അവർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നത് വളരെ നല്ലതാണ്. വിശുദ്ധ പിയൂസ് 12 മാർപ്പാപ്പ, വിശുദ്ധ പിയൂസ് 12 അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. മറിയത്തിലേക്കുള്ള വഴികാട്ടിയാണ് വിശുദ്ധ ലൂയി, വിശുദ്ധ ലൂയി മോൺഫോർട്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഈ വിശുദ്ധ പിയൂസ് 12 മാർപ്പാപ്പ സൂചിപ്പിച്ച കാര്യം, മറിയത്തിലേക്കുള്ള വഴികാട്ടിയാണ് വിശുദ്ധ ലൂയി. അതുപോലെ യേശുവിലേക്കുള്ള വഴികാട്ടിയാണ് പരിശുദ്ധ കന്യകാമറിയം. ത്രൂ മേരി ടു ജീസസ് നമ്മൾ പറയാറുണ്ട്. യേശുവിലേക്കുള്ള വഴികാട്ടിയായി പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ചാവറയച്ചൻ പറഞ്ഞ ഒരു കാര്യം പരിശുദ്ധ അമ്മയെക്കുറിച്ച്, ജപമാല എന്നത് ദൈവവചനങ്ങൾ കോർത്തിണക്കിയ മേലങ്കിയാണ്. നമുക്കറിയാം, ജപമാല പരിശുദ്ധ കന്യകാമറിയുമായി മാതൃഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ജപമാലയെക്കുറിച്ച് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: പുണ്യങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ, ദൈവവചനങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ ഒരു മേലങ്കിയായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. ഈ മേലങ്കി ധരിക്കുന്നതാണ് ഓരോ ക്രിസ്ത്യാനിക്കും യഥാർത്ഥ അലങ്കാരമായിട്ട് മാറേണ്ടത്. വിശുദ്ധ ബർണാഡ്, മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വിശുദ്ധ ബർണാഡ്, അദ്ദേഹം പറയുന്നത്, മറിയം നമ്മെ കരം പിടിച്ച് നയിച്ചാൽ നാം വീഴില്ല. നമുക്കാണെങ്കിൽ സാധിക്കും, ചില കുട്ടികളെ അവര് അമ്മയുടെ കയ്യെ പിടിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എങ്കിലും അമ്മ അവരുടെ കയ്യെ പിടിക്കും, കാരണം അവർ വീഴാതിരിക്കാൻ. അമ്മ അവരുടെ കയ്യെ പിടിച്ചിട്ടുണ്ടെങ്കിൽ വീഴില്ല. അവരമ്മയുടെ കയ്യെ പിടിച്ചിരിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ ഈ കൈ വിട്ടിട്ട് അങ്ങോട്ട് പോയെന്ന് വരും. അതുപോലെ മറിയം നമ്മുടെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ നാം വീഴില്ല എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ അക്വിനാസ്, വിശുദ്ധ ബൊനവെഞ്ചർ, ഇവരെല്ലാം ഏതാണ്ട് ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, മറിയത്തോട് ആദരവും സ്നേഹവും ഇല്ലാതിരിക്കുന്നത് തിരസ്കൃതരുടെ അടയാളമാണ്. അറിവില്ലാത്തവർ ചിലപ്പോൾ പറഞ്ഞേക്കാം, മറിയത്തോട് ആദരവ് കാണിച്ചാൽ നമ്മുടെ കൃപയെല്ലാം നഷ്ടപ്പെടും. അതല്ല, ഇവര് വിശുദ്ധരായി മാറിയവരാണ്. അവർ പറയാണ്, മറിയത്തോട് ആദരവും സ്നേഹവും ഇല്ലാതിരിക്കുക തിരസ്കൃതരുടെ അടയാളമാണ്. മാതൃഭക്തി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അടയാളവും. അതാണ് ഈ വിശുദ്ധരെല്ലാം ഒരുപോലെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം പറയുന്നു, നമുക്ക് മറിയത്തിൻ്റെ പക്കലേക്ക് ഓടിയടുത്ത് ശിശുക്കളെപ്പോലെ അവളുടെ കരങ്ങളിൽ അഭയം പ്രാപിച്ച് പ്രത്യാശാഭരിതരാകാം. നിരാശ പിടികൂടാതെ പ്രത്യാശയിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ ഒരു മാതൃവാത്സല്യം എന്നുള്ളത് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ലൂയി മോൺഫോർട്ട് അദ്ദേഹം പറയുന്നത്, മറിയത്തെ എത്ര കൂടുതലായി നാം ബഹുമാനിക്കുന്നുവോ അത്രയധികമായി നാം ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നു. ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബഹുമാനത്തിന് ഒരു കോട്ടവും വരത്തില്ല. ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നതിന് ഒരു തടസ്സവും വരത്തില്ല. പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിക്കുകയും അമ്മയോട് നമ്മൾ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടാനുള്ള വഴിയാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന് വിശുദ്ധ ലൂയി പറഞ്ഞിരിക്കും നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ ഈ വിശുദ്ധ ലൂയി മോൺഫോർട്ട് അദ്ദേഹം പറയുന്നത്, മരണം വരെ
വിശ്വസ്തയോടെ ജപമാല പ്രാർത്ഥിച്ചാൽ മഹത്വത്തിൻ്റെ കിരീടം ദൈവം നിങ്ങളെ അണിയിച്ചിരിക്കും. ജപമാല പ്രാർത്ഥന എത്ര മനോഹരമാണ്, അതിൻ്റെ പ്രതിഫലം എത്ര വലുതായിരിക്കും എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ട ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചും അമ്മയുടെ മാധ്യസ്ഥം തേടിയും അനുഗ്രഹീതരായി ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, തീരുമാനമെടുക്കാം. ഇന്ന് നമ്മൾ കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് നമ്മുടെ സഭയിൽ സ്നേഹവും ഐക്യവും തഴച്ച് വളരുന്നതിന് വേണ്ടിയാണ്. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറി യൗസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.